അതായത് ഇങ്ങനത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് ഒരു പക്ഷം പിടിച്ച് മറ്റേ പക്ഷത്തുള്ളവരെ തെറി വിളിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ജീവിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളെ പാർട്ട്ണറുടെ അടുത്ത് നിങ്ങൾ എന്തും തുറന്ന് പറയണം. അതായത് നിങ്ങൾക്ക് എന്താണോ അവരിൽ നിന്ന് മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിരിക്കണം. അതായത് എനിക്കിങ്ങനെ വേണം, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതായിട്ട് നിങ്ങൾ പാർട്ട്ണർ അടുത്ത് പറയണം. എന്നാൽ മാത്രമേ അയാൾക്കത് മനസ്സിലാവുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ജെന്യൂനിറ്റിയാണ്. അതായത് നിങ്ങൾ പാർട്ട്ണറുടെ അടുത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇഷ്ടം, അതൊരു ഇഷ്ടം എപ്പോൾ വേണമെങ്കിലും നഷ്ടമാവാം. അത് മാനുഷികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. ഒരാളോട് ഇഷ്ടം തോന്നുകയും ഒരാളോട് ഇഷ്ടം നഷ്ടപ്പെടുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ഇന്നത്തെ ഒരു സമൂഹത്തിൻ്റെ കണ്ടീഷനിങ് ചെയ്ത് വെച്ചനുസരിച്ചായിട്ട് നിങ്ങളൊരു കല്യാണം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു പ്രണയത്തിലാവുക ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അയാളുടെ ഒപ്പം ജീവിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ജെന്യൂൻ ആയിട്ടിരിക്കണം എന്നാണ് എല്ലാവരും പറയുക. പക്ഷേ ആ ജെന്യൂനിറ്റി എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ജെന്യൂനിറ്റി ആയിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് എന്നാണോ ആ ഇഷ്ടം നഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അയാളുടെ അടുത്ത്. അതായത് എനിക്ക് നിന്നോടുള്ള പണ്ടത്തെ ഒരു ഇഷ്ടം തോന്നുന്നില്ല, അല്ലെങ്കിൽ നിൻ്റെ ഒപ്പം എനിക്ക് പണ്ടത്തെ പോലെ എനിക്ക് പെരുമാറാനോ നിൻ്റെ അടുത്ത് ഇടപഴകാനോ പറ്റുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ അയാളുടെ അടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർഷിപ്പാണ്. അതായത് നിങ്ങൾ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 15 കൊല്ലം ഒരാളെ സ്നേഹിച്ചെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഒന്നിച്ച് താമസിച്ചെന്ന് വെച്ചിട്ട് ഒരിക്കലും ആ വ്യക്തി നിങ്ങളുടെ ഓണർഷിപ്പിൽ വരുന്നില്ല. ജീവിതകാലം മുഴുവൻ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒന്നിച്ച് ജീവിക്കുന്ന യാതൊരു നിർബന്ധവും ഇല്ല. അയാളൊരു വ്യക്തിയായിട്ട് തന്നെ അയാളെ കാണാം, അയാളുടെ ഇഷ്ടങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ബുദ്ധിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടാവും, പക്ഷേ ഇത് എടുത്തേ പറ്റുള്ളൂ. ഇതാണ് സത്യസന്ധമായ കാര്യം. നമ്മുടെ സമൂഹം നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കാണ്. അതായത് നമ്മളൊരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് സഹിച്ച് അയാളുടെ ഒപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കണം. അതിൽ ഡൈവോഴ്സ് എന്ന് പറയുന്ന കാര്യമൊക്കെ എന്തോ ക്രൂരമായിട്ടുള്ള എന്തോ ഒരു മഹാപാപം ചെയ്യണ പോലെയാണ് സമൂഹം നമ്മുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റി വെച്ചേക്കുന്നത്. ഒരിക്കലുമല്ല. നിങ്ങൾക്ക് എന്നാണോ നിങ്ങൾക്ക് അയാളുടെ ഒപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറയുക, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക. അത് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും മാന്യമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്.